നമ്മൾ പറയോ? മുഅ്ജിസത്ത് മുറിയുന്ന എങ്ങനെ നമ്മൾ പറയോ? ശരി, നമ്മൾ ഒന്നുകൂടി ചോദിച്ചു. അതല്ല ഉസ്താദെ ചോദിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഖത്തൂല, നിയലില്ല. ഈ പറഞ്ഞ ദാത്തിയായ പ്രത്യേകത അത് ഇന്നുണ്ടോ? മർമ്മത്തിലാ ഞങ്ങളെ ചോദ്യം. ഉസ്താദിന്റെ മറുപടി അത് ഇന്നുണ്ടാകണമെന്നില്ല. കത്താം, നേരുണ്ടാകാം. അതാ ഞങ്ങൾ പറഞ്ഞത്. ചേലേമ്പ്ര സംവാദത്തിൽ ഹനീഫ് മൗലവി ചോദിച്ചു എന്നോട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗാസയെ ബാധിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല. ദാത്തിയായ ഖുസൂസിയത്ത്, അതിനെക്കുറിച്ചാണ് ചർച്ച. അതിവിടെ പറയേണ്ടതില്ല. അതേ സമയത്ത് മുത്തുനബിയുടെ പ്രത്യേകതകൾ മുറിഞ്ഞു എന്നൊരു വാചകം വന്നു. അത് കള്ള ശരീഅത്താണ്. അങ്ങനെ മുറിയൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ? അത് എടുത്തു കളയുന്ന ഒരു കഴിവ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുക്കൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. കള്ള ശരീഅത്തിന്റെ ഉദാഹരണമല്ലേ വേണ്ടത്? പഠിച്ചോളൂ. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തെ പ്രത്യേകതകൾ ഇന്ന് നിലനിൽക്കണമെന്നില്ല. കള്ള ശരീഅത്തിന്റെ ഉദാഹരണമാണ്. ഇടയ്ക്കിടെ നേലുണ്ടാകുമെന്ന വാദം കള്ള ശരീഅത്തിന്റെ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കട്ടോ, ഞാൻ തെളിവ് സഹിതം. ഞങ്ങൾ നേരെ ചോദിച്ചു പഠിച്ചിട്ടല്ലാതെ ഒരു സംഗതിയും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക് സഹോദരങ്ങളെ? അടുത്തത് ഞാൻ ഇനി കള്ളത്വരീഖത്തിലേക്ക് തന്നെ വരാം. അതെ, ഇവിടെ പ്രസംഗിച്ചപ്പോ ആമുഖം പറഞ്ഞു. എന്താ പറഞ്ഞത്? മുജാഹിദ് പ്രസംഗിച്ചപ്പോ എല്ലാ ത്വരീഖത്തിനെയും വിമർശിച്ചു, അല്ലെ? എല്ലാ ത്വരീഖത്തിനെയും വിമർശിച്ചു. ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ എല്ലാ ത്വരീഖത്തിനൊന്നും കുറ്റം പറയൂല, പിന്നെ ഞങ്ങൾ കള്ളത്വരീഖത്തുകളെ പറയാണ്. അത് പറയണം. അത് പറയുമ്പോ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവൂലേ? ഒരാള് ഇവിടെ വന്നപ്പോ എഴുത്ത്, എന്താ എഴുത്ത് എന്നറിയോ? ഒരാളെ എഴുതി ചോദിച്ചതാണ്, ഉസ്താദെ, പിന്നെ ആലുവ ത്വരീഖത്തുമായി ഇങ്ങക്കും ഹക്കീം ഉസ്താദിനും വല്ല ബന്ധമുണ്ടോ? ആലുവ ത്വരീഖത്തായിട്ട് ബന്ധമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും അതിന്റെ സന്ദേശവാഹകരാണെന്നുള്ള പ്രവചനം ഉണ്ടല്ലോ, അത് ശരിയാണോ? ഞാൻ പറയട്ടെ, ഇന്ന് നിലനിൽക്കുന്ന ത്വരീഖത്തുകളിൽ കള്ള ത്വരീഖത്താണെന്ന് വന്യരായ ഹാഫിദ് ഉസ്താദ് തറപ്പിച്ചു പറഞ്ഞ ഒരു ത്വരീഖത്തുണ്ടെങ്കിൽ അതാ കള്ള ത്വരീഖത്തിന്റെ ഉദാഹരണമായി പറയാനുള്ളത് യൂസുഫ് സുൽത്താന്റെ ആലുവ ത്വരീഖത്ത് തന്നെയാണ്. ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞാനോ ഉസ്താദോ അല്ലെങ്കിൽ ഞങ്ങൾ ആരോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിൽ അതിന്റെ ഏജന്റായി എന്ന് പ്രവർത്തിച്ചത് കാണിച്ചു തന്നാൽ നിങ്ങൾ പറഞ്ഞ പണി ഞങ്ങൾ എടുക്കാം. കള്ളത്തരം പറയുന്നില്ലേ ഇവര്? അതിൽ ആൾക്കാർ ഇവിടെ ഉറച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഇപ്പൊ കുരുവട്ടൂർ ഒരു പരിപാടി, എന്താ എല്ലാവർക്കും അറിയപ്പത്, അത് ഹാഫിദ് ഉസ്താദിന്റെ പ്രശ്നം പറയാനാണ്. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റവനോട് ചോദിക്കണം, അല്ലടാ സംഘാടകരല്ലേ, അല്ല നമ്മളെ ഹാഫിദിന്റെ കുറ്റപ്പം എന്താ പറഞ്ഞു? ജേട്ടോ ഞാൻ കേട്ടില്ല. ജേട്ടോ ആരും കേട്ടില്ല. 4 മണിക്കൂർ കഴിഞ്ഞപ്പോ മല എലിയെ പ്രസവിച്ചു, ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾക്ക് എന്ത് കാരണ പറയാൻ കഴിഞ്ഞത്? ഇപ്പോഴും ഞാൻ എന്റെ വെല്ലുവിളി നിലയ്ക്ക് ഓർമ്മപ്പെടുത്തിയതാ. എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാനുണ്ടായത്? ആലുവ ത്വരീഖത്തിന്റെ ഏജന്റാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഉസ്താദ് അവരുടെ മജ്‌ലിസിൽ ആളുകൂടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അറിയോ? ഉസ്താദിന്റെ ദുആയിൽ പോലും ഉസ്താദ് ദ്വാരക്കലുണ്ട്, ആലുവ ത്വരീഖത്തടക്കമുള്ള കള്ളത്വരീഖത്തുകളിൽ നിന്ന് കാക്കണേ. അതിപ്പോ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു മനസ്സിലാക്കണ്ട. ഞങ്ങളത് പഠിച്ചിട്ട് പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞു ഇനി മൂപ്പര് ഇടക്കൊന്ന് പറയും, അതിലേക്കാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ. അപ്പൊ ആലുവ ഒരു കള്ളത്വരീഖത്ത് ഞങ്ങൾ നിങ്ങളിലേറെ അതിനെതിരെ എതിർക്കും, പോരാടും. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, വഹാബിസമാണ് നിങ്ങളെ മനസ്സിലെന്ന് ഞങ്ങൾ തെളിവില്ലാതെ പറഞ്ഞതല്ല. ദാ നിങ്ങളെ ജീവിച്ചിരിക്കുന്ന പ്രസംഗം. ഈ പ്രസംഗത്തിൽ തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് നിങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ നിങ്ങൾ തീർത്തു പറയുന്നുണ്ട്. എന്ത്? അവിടെ ഇരിക്കുന്ന തങ്ങളെ നോക്കിയിട്ട് ഇവിടെ ഒരു ത്വരീഖത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വരൂല, അത് ഹക്കാണെങ്കിലും വരൂല. അതെങ്ങനെ ഉസ്താദേ? ഹക്കായ ത്വരീഖത്തിനെ എതിർത്തവനല്ലേ വഹാബി? ഹക്കാണെങ്കിലും വരൂല, കാരണം അത് പ്രചരിപ്പിക്കലാവും. ഹക്കായത് പ്രചരിപ്പിക്കണ്ടേ? ഹക്കായത് ഇവിടെ വേണ്ടേ? അപ്പൊ ത്വരീഖത്ത് വിരോധമല്ലേ ഉള്ളിൽ
നിഫാഖുണ്ടാകുമ്പോ ചിലതൊക്കെ അറിയാതെ പുറത്തു ചാടും. അങ്ങനെയാണ് പൂച്ച ചാക്കിൽ നിന്ന് പുറത്തു ചാടൽ. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് വഹാബിസത്തിലേക്കുള്ള പോക്കാണ്. ആ പോക്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ശരിക്ക് കേട്ടോ, കൃത്യമായി പറയുന്നുണ്ട്. എന്ത് ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാൻ വരൂല. കേട്ടോ, അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ സമീപ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഓരോന്ന് മുളച്ചു പൊന്തിച്ച് അവിടുത്തെ തെരീക്കത്ത് ഇവിടുത്തെ തെരീക്കത്ത് പല തെരീക്കത്തും. ഈ തെരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആരിനെയെ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു എന്ത് സമ്മേളനമുണ്ട്. തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തിരിഞ്ഞൂല. തങ്ങൾ തെരീക്കത്ത് അക്കാതെ തെരീക്കത്താണെങ്കിലും ഞാൻ തരൂല. എന്തുകൊണ്ട്? ഈ തെരീക്കത്ത് ചെലവാക്കാനായിക്കൊന്ന് പേടിയിട്ടുണ്ടാവില്ലേ? ഞാൻ ഇവിടെ വന്നത് എന്തുകൊണ്ടാ? തങ്ങൾ ഈ തെരീക്കത്തിനൊക്കെ വിമർശിക്കുന്നതാണ്. തങ്ങൾ ഇതിനൊക്കെ വിമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും, ഇവിടെ എന്തെങ്കിലും വല്ല ഏതും ഉണ്ടോ. അപ്പോ തങ്ങൾ എല്ലാ ത്വരീഖത്തിനും വിമർശിക്കുന്നോണ്ടാ ഞാൻ വന്നത്. ഹക്കാണെങ്കിലും വരൂല. അവിടെ ഞങ്ങൾ പറയുന്നു, ഹക്കാണെങ്കിൽ ഞങ്ങൾ വരൂ. ഞങ്ങൾ ആരെ പേടിക്കാനാ അവിടെ? പക്ഷെ ഹക്കായ ശൈഖിനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരിക്കുക. എല്ലാരോടും ഞങ്ങൾ പറയാണ്, ഹക്കായ ത്വരീഖത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ദ്വാരിക്കുക. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സഹോദരങ്ങളെ, ഇനി ഇരിക്കട്ടെ. ഇനി ഞാൻ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് ഇവിടെ വരാം. ഞാൻ പറഞ്ഞല്ലോ, എന്താ ഇവരെ പണി? മുജാഹിദ് ചെയ്ത അതേ പണി ഒക്കെ മനസ്സിലാക്കണം. ഖുത്ബുൽ ഖുത്താബ് ശൈഖുനാ സിയം വലിയുല്ലാഹി മഹാനായ ഔസുൽ അലം ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു 14ാമത്തെ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളണം. സഹോദരങ്ങളെ, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിനോട് മാത്രമുള്ള വിരോധമല്ല. അതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് മുഴുവൻ മഹാന്മാരോടുമുള്ള വിരോധം. അതാണ് ഹക്കാണെങ്കിലും വരൂല എന്ന് പറഞ്ഞത്. ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു വലിയനെയും ഇയാൾ വിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ, പാവപ്പെട്ട എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അൻവരി ഉസ്താദിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹാഫിദ് ഉസ്താദിനെ സംബന്ധിച്ചു തന്നെ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളെ ശൈഖുനാ ഖുത്ബുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തേക്കുള്ള ഒരു മർത്തബയിൽ ചെറിയ ഒരു അനക്കമെങ്കിലും ഇടിച്ചു താഴ്ത്താൻ ആരെങ്കിലും കരുതിയാൽ ആദർശപരമായി അവരെ നേരിടുക എന്നതെയും അതൊരു ശക്തിക്കും തടുക്കാൻ സാധ്യമല്ല. ഹാഫിദ് ഉസ്താദ് നിങ്ങൾ കുറ്റം പറഞ്ഞു ഒരുപാട് ചെങ്ങൾക്ക് വല്ല ചെലവ് ഇങ്ങോട്ട് തരും. അതാ ഉസ്താദിന്റെ അവസ്ഥ. എന്താ നിങ്ങൾ കുറ്റം പറയുന്ന കേട്ടാ ഉസ്താദിന് ഇഷ്ട. അതെന്താ? ഉസ്താദിന് എല്ലാരും ഒഴിഞ്ഞു പോയി ഒറ്റക്കാക്കിയ നല്ല ഇബാദത്ത് ചെയ്ത് അങ്ങോട്ട് പോവാ. നിങ്ങൾക്കല്ലേ ഇപ്പൊ ആവേജാറ്. സംഘടനയിൽ ആള് കുറയും ഇവിടെ മജ്‌ലിസിൽ വന്നാല്. ഇവിടെ ആവേജാറൊന്നുമില്ല. ഇവിടെ ആള് കൂട്ടി സംഭവാക്കലുമില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയും. ഒരാളാണെന്ന് മജ്‌ലിസിൽ വന്നെങ്കിലും ഞങ്ങൾ പറയും, അതാണ് ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾക്ക് തന്ന കോച്ചിങ് കേട്ടോ. ആളെ നോക്കിയിട്ടൊന്നും ഇവിടെ ദീൻ പറയലില്ല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആർക്കാ അവിടെ തർക്കമുള്ളത്? സിയം വലിയുല്ലാഹിയെ സംബന്ധിച്ച് ഒരാളെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുമ്പോ ആ ആളുടെ മർത്തബ ഔലിയാക്കൾ പറയണ്ടേ? ഇപ്പൊ ഞാൻ പറയാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാന്ന് നമ്മക്ക് എങ്ങനെ മനസ്സിലായി? അത് മുത്തുനബി പഠിപ്പിച്ചു. ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണെന്ന് മുത്തുനബി പഠിപ്പിച്ചു. ഔസുൽ അഅ്ലം തങ്ങൾ ഖുത്ബുൽ അഖ്താമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ അതാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ഇതേപോലെ മഹാനായ മടവൂർ ശൈഖുന, ഇവിടെ നാടന്മാർക്കറിയാലോ ശൈഖുനായുടെ കറാമത്ത്. ഞാൻ ഈ നാട്ടുകാർക്ക് പറഞ്ഞു തരണോ? ആനകളുമായി സംവദിച്ച ദിനരാത്രങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ. മൈസൂർ കാടുകളിലൂടെ നടന്നു പോകുമ്പോ വണ്ടിയിൽ ഇങ്ങനെ അങ്ങ് പോകുമ്പോ ആളുകൾ പറഞ്ഞു, ഇതാ അവിടെ ആനകളുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ശൈഖുന പറഞ്ഞടാ, കുറച്ച് കരിമ്പിന് കൊണ്ടുപോവാ. കരിമ്പിൻ കഷ്ണങ്ങൾ കയ്യിൽ പിടിച്ച ശൈഖുന അതും പിടിച്ച് നടന്നകന്നു. അല്ലേ? കാട്ടിലെത്തിയപ്പോൾ ആനകളെല്ലാം വന്നു.
ആനകളെല്ലാം വന്നപ്പോ എല്ലാവർക്കും കൊടുത്തു ഓരോ കരിമ്പിൻ കഷ്ണങ്ങൾ. എല്ലാരോടും കുശലം പറഞ്ഞ് ശൈഖുന നടന്നുപോയി. അവസാനം ശൈഖുന പറഞ്ഞു, വന്ന ആനകളൊക്കെ സുന്നിയായിരുന്നു. അതുകൊണ്ടാ സ്നേഹസംവാദം നടത്തിയത്. ഇല്ലെങ്കിൽ പിന്നെ ആ രൂപത്തിലുള്ള വാദപ്രതിവാദം നടത്തുക. മനസ്സിലാകുന്നുണ്ടോ? എത്ര കറാമത്തുകൾ, ജീവിച്ചിരിക്കുന്ന കറാമത്തുകൾ. എന്നിട്ട് മൂപ്പർ ഇവിടെ തന്നെ തുടങ്ങാം. ഇവിടെ വന്നിട്ട് എന്താ ശൈഖുനായെ സംബന്ധിച്ച് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആദ്യം തന്നെ മഹാനല്ല എന്ന് പറഞ്ഞ അടി കിട്ടുന്ന ഉറപ്പാ. അപ്പൊ മഹാനാന്ന് പറഞ്ഞു വെച്ചിട്ട് ബാക്കി ഏത്? ഇതൊക്കെ മുജാഹിദ് ചെയ്ത ഐഡിയാണ്, ഇതൊക്കെ ഞങ്ങൾ പഠിച്ചതാ. മുഹയ്യദ്ദീൻ ശൈഖ് മഹാനാണ്, പക്ഷേ കുതുബുല്ല കുതുബാന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അതൊക്കെ കേട്ട് പഠിച്ചതാ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു പറഞ്ഞത് ആദ്യം കേൾക്കുക, എന്നിട്ട് ഞാൻ അതിന്റെ ഓരോന്നും ഇങ്ങനെ കേൾപ്പിച്ചു തരാം. 4 കൗലറ്റുണ്ട് മൂപ്പർക്ക് ഈ വിഷയത്തിൽ. ഏതായാലും വരട്ടെ, കേട്ടോളൂ. ഇല്ലേ ഉണ്ടോ? ഞാനൊന്ന് തിരിഞ്ഞു വെച്ചു. തരീക്കത്തില്ലേ എന്നോട് ചോദിച്ചു. ഉണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു വെച്ചു. ഏതായിരുന്നാലും സിയം വലിയുള്ളാഹി വലിയൊരു മഹാനായ കാര്യത്തിൽ നിമിഷമൊന്നുമില്ല. വിലായത്തിന് ശൈഖൂത്ത് ഒന്നാമത് മനസ്സിലാക്കരുത്. അവിടെയാണ് പ്രശ്നം. വലിയായ ആളൊക്കെ ശൈഖായിക്കൊള്ളുന്നില്ല. ശൈഖാകാൻ പിന്നെയും കുറെ ഷർത്തുണ്ട്. മഹാനായ സിയം വലിയുള്ളാഹി ശൈഖാണോ അല്ലേ എനിക്കറിയില്ല. കാരണം ബഹുമാനപ്പെട്ടവർ ഒരു തരീക്കത്ത് ഇവിടെ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടിരുന്ന ആളാണ്. എനിക്ക് പല അനുഭവമുണ്ട്. എനിക്ക് പലപ്പോഴും ബന്ധപ്പെട്ടിട്ട് മൂപ്പർക്ക് ശൈഖുന മടവൂര് ശൈഖാണെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല. മടവൂര് ശൈഖാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞങ്ങൾക്കറിയും മടവൂർ ശൈഖുന ശൈഖാണ്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? ശൈഖുന പറഞ്ഞു, അന ഖുതുബുൽ ആലം അന മുദബ്ബിറുൽ ആലം. ഇനി മൂപ്പര് ചോദിച്ചോ, മടവൂർ ത്വരീഖത്ത് എന്ന് പറഞ്ഞ ത്വരീഖത്ത് ഇവിടെ ഉണ്ടോ? ഞാൻ എന്റെ ശരിയായ ഭാഷയിൽ ഇതിന് മറുപടി പറഞ്ഞാൽ അത് ഇവിടെ ശരിയാവില്ല. അതുകൊണ്ട് ചെറിയൊരു മയപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, മടവൂർ ത്വരീഖത്ത് അങ്ങനെ ഒരു ത്വരീഖത്ത് ഉണ്ടാവില്ല. അതെന്താന്ന് നിങ്ങള് ഇപ്പൊ ഇവർ ഈ ആക്ഷേപിക്കുന്ന കുന്നത്തേരി ത്വരീഖത്ത് അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ അതൊക്കെ ഒന്നും ഇവരിട്ട പേരല്ല, ഈ മശായിഖമാരിട്ട പേരല്ല. എതിർക്കാൻ വേണ്ടി ഇട്ടീമിട്ട പേരാ കുന്നത്തേരി ത്വരീഖത്ത് അല്ലെങ്കിൽ മറ്റേ ത്വരീഖത്ത്, ഈ ത്വരീഖത്ത് എന്നൊക്കെ. അവരെ ത്വരീഖത്തിന് അവരിട്ട പേര് ഖാദിരിയത്ത്, ശാദുലിയത്ത്, നഖ്ശബന്ദിയ ത്വരീഖത്ത്. അതിന് മടവൂർ ത്വരീഖത്ത് നല്ല ശൈഖുന പറയാ, ശൈഖുന ഖാദിരിയത്ത് കൊടുക്കും, അല്ലെങ്കിൽ നഖ്ശബന്ദിയ, അത് ഏതാണോ ശൈഖുനാക്കുള്ളത് അത് കൊടുക്കും. കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വാദമുണ്ടോ? ജീവിച്ചിരിക്കുന്ന മുരീദുമാരെ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ശൈഖുനാക്ക് അതാണെന്ന് മൂപ്പർക്ക് അറിയൂല. ഇനി 16ാമത്തെ എടുക്ക്, ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി പറയുന്നത് ഈ നാട്ടുകാരെ മനസ്സിലാക്കണം. നിങ്ങൾ ഹാഫിദ് ഉസ്താദിനെ എതിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാവും. കാരണം എന്താ? ഖുതുബുൽ ആലം ശൈഖുനായ എതിർത്ത നിങ്ങള് വല്ല കാരണവശാലും ഹാഫിദ് ഉസ്താദിനെ എതിർക്കാതെ പോയാൽ ഞങ്ങൾക്ക് പേടിയാവും. കാരണം എന്താ? ശൈഖുനാന്റെ വഴിയിലാണ് ഹാഫിദ് ഉസ്താദ് എന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വഴി തെറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എതിർക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മലപ്പുറത്ത് നടന്ന ത്വരീഖത്ത് ക്ലാസ്. ത്വരീഖത്തിനെ കുറിച്ച് ഒരക്ഷരവും പഠിക്കാതെ ത്വരീഖത്ത് ക്ലാസ് എടുത്താൽ ഇക്കോലത്തിലുണ്ടാവും. കണ്ടോ? എന്നിട്ട് മൂപ്പര് ദാമുകൾ ശൈഖുനാനെ കുറിച്ച് പറയുന്ന ഭാഗം വരുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ ഒന്ന് കേൾക്ക്. എന്ത് ബഹുമാനപ്പെട്ട ശൈഖുനായെ പറയാൻ വേണ്ടി അതിന് ആമുഖം പറയാണ്, ഇക്കാലത്ത് തെർബിയത്തോ അല്ലെങ്കിൽ ഇക്കാലത്ത് അങ്ങനെ ശൈഖുമാരോ ഒന്നുമില്ല, ഉണ്ടാവില്ല കേട്ടോളൂ. അത് ആദ്യം പറയട്ടെ. ഹറാമാന്ന് ഉറപ്പില്ലാത്തതൊക്കെ നമുക്ക് കഴിക്കാം. ത്വരീഖത്ത് പ്രകാരം ഹറാമാന്ന് ഉറപ്പ് വേണ്ട സുബ്ഹ ഉണ്ടായാൽ പോലും കഴിക്കാൻ പാടില്ല. സുബ്ഹുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഈ ഷർത്ത് അങ്ങോട്ട് വെച്ചാൽ ഇന്ന് ത്വരീഖത്തും ഇല്ല, മുരീദും ഇല്ല, ശൈഖും ഉണ്ടാവില്ല. കാരണം എവിടുന്നാ ഇങ്ങനത്തെ ഭക്ഷണം കിട്ടുക? അതുകൊണ്ടാണ് പറയുന്നത് തെർബിയത്തൊക്കെ ഒന്ന് മുറിഞ്ഞിരിക്കുന്നു. അപ്പൊ ആരും മുറബിനെ തേടിപ്പോണ്ട. മുറബിയായ ശൈഖ് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഈ പറഞ്ഞ കാലത്ത് ഉണ്ടാകുന്നില്ല. എന്ന പോലെ തന്നെ മുരീദിനുണ്ടാകേണ്ട ഷർത്തുകൾ മുരീദുമാർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് അതെല്ലാം
ആ പേരിൽ ഇന്ന് മുരീദ്, മുറബ്ബി, ഖലീഫ, മുർഷിദ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ മണ്ണ് വാരിയിട്ട് കളിക്കും പോലെയാണ്. ഒരു അപ്പോ തർബിയത്ത്, ശൈഖ്, മുരീദ് ഇതൊക്കെ മുറിഞ്ഞിരിക്കുന്നു. കേട്ടോ, ഖിയാമത്ത് നാൾ വരെ അതുണ്ടാവും. എന്തുകൊണ്ട്? അല്ലാഹു പഠിപ്പിച്ചതാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സ്വാദിഖീങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ. സ്വാദിഖീങ്ങളുടെ തഫ്സീർ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ തർബിയത്ത് ചെയ്യുന്ന, ആളുകളെ പരിപാലിക്കുന്ന മശായിഖന്മാർ. അതുകൊണ്ടാണ് തബഖാത്തു ശാദുലിയയിൽ മഹാൻ പറഞ്ഞത് എന്ത്? ഇന്ന ശൈഖ തർബിയ, തർബിയത്തിന്റെ ശൈഖ് ലാ യൻഖതിഉ ഫീഹിം ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകുന്നതല്ല. ഇവിടെ ഏതോ ഒരു കിതാബ് വായിച്ചല്ലോ അഹ്മദ് സറൂഖിന്റെ. എന്തേ അതിന്റെ വിശദീകരണം കൂടി വായിക്കാതെ പോയത്? അതിന്റെ വിശദീകരണം അഹ്മദ് ഇബ്നു അജീബ അവിടത്തെ അൽ ഫുതുഹാത്തുൽ ഇലാഹിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി വായിക്കൂ ഉസ്താദേ. അപ്പോ ഈ പൊട്ടത്തരം ഏത് മശായിഖന്മാർ നിന്നുപോയി, തർബിയത്ത് മുറിഞ്ഞുപോയി എന്ന ഈ വാദം എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്നത്? കള്ളത്വരീഖത്തുകാരെ എതിർക്കാൻ. കള്ളത്വരീഖത്തുകാരെ ശക്തമായി എതിർക്കണം. പക്ഷേ അതിന് കള്ളം പറയേണ്ട ആവശ്യമില്ല. അതിനുള്ളത് പറഞ്ഞാൽ തന്നെ മതി. ആളുകൾക്ക് ഇത് തിരിയും. പൊട്ടനായ ഒരാൾ, ഇൽമിന്റെ ബാലപാഠമില്ലാത്ത ഒരാൾ ഞാൻ കുത്തുബാണെന്ന് പറയുമ്പോ, ഞാൻ ശൈഖാണെന്ന് പറയുമ്പോ അത് ജനങ്ങൾക്കറിയാം എങ്ങനെയാ എതിർക്കേണ്ടത് എന്ന്. എന്നിട്ട് ഇനി പറയും നിങ്ങളൊന്ന് ചിന്തിക്കും. പ്രത്യേകിച്ച് എന്താ പറഞ്ഞതോ, ശൈഖുനാ മടവൂരിനെ സംബന്ധിച്ചു പറയാണ്, അവർക്ക് ഒരു നിക്കാഹിന്റെ സാക്ഷിക്ക് നിൽക്കാനും പോലും പറ്റൂല. അത്രയും മോശമായ ആളായിട്ട് ശൈഖുനാ മടവൂരിനെ ഇവിടെ പ്രസംഗിച്ച ആള് പരിചയപ്പെടുത്തുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തർബിയത്തില്ല എന്ന് മാത്രമല്ല, ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മുറുവത്ത് പറയട്ടെ, മൂപ്പര് പറയട്ടെ, എന്തിനാ ഞാൻ വിശദീകരിക്കാം. മാത്രമല്ല ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത്. അതിന്റെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം. മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കൽ. ഹറാമാവലനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വിടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശൈഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂലെന്നാ. പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കിന് ശൈഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത്, മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ശൈഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശൈഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ് തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് പെടുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. മഹാനായ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സംബന്ധിച്ചാ പറഞ്ഞത്. ഞാൻ ശൈഖാണെന്നോ മുറബിയാണെന്നോ ആരോടും പറഞ്ഞില്ല. നാ കേട്ടോ, എത്ര ആളെ കാണിച്ചു തരണം. മഹാനായ വൈലത്തൂർ തങ്ങൾ പാപ്പ 19 എടുക്കും. മഹാനായ വൈലത്തൂർ തങ്ങൾ പാപ്പ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനവറുകളോട് പറയുകയാണ്, അന ഖുതുബുൽ ആലം. ശൈഖുനാ മടവൂർ പറഞ്ഞതാണ്, ഞാൻ ഖുതുബുൽ ആലമാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം അല്ലാഹ് എനിക്ക് തന്നിട്ടുണ്ട്. അന മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം അത് തർബിയത്തിന്റെ അപ്പുറമാണ്. ആലമിന്റെ തദ്ബീറ. ആദ്യം അറബി പോയി പഠിക്കും, എന്നിട്ടല്ലേ പിന്നെ. സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? താടി പഠിക്കാൻ നിങ്ങൾ മടവൂരിനൊന്ന് പഠിക്കാതെ. ഒരു ചങ്ങാതി അടുത്ത് എന്നോട് പറയാണ്, മടവൂര് നിസ്കരിക്കലില്ലായിരുന്നു. ഞാൻ ചോദിച്ചു അവിടുത്തെ ഖാദിമീങ്ങളോട്, അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സഹോദരങ്ങളെ? അതേ, മടവൂർ ശൈഖുനാ നിസ്കരിച്ച ഒറ്റ രാത്രിയിലെ നിസ്കാരം നമ്മളെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിനോട് തട്ടിച്ചു നോക്കിയാൽ
മടവൂർ ശൈഖുനായുടെ ഒരു രാത്രിയിലെ നിസ്കാരത്തിനോട് കിടപിടിക്കുകയില്ല. അത്രയും വലിയ സൂക്ഷ്മത ജീവിതത്തിൽ കൊണ്ടു നടന്നു. പക്ഷേ ഖിദിർ നബിയുടെ ആ വഴിയിൽ പോരുന്ന ആളുകളാകുമ്പോ അവർക്ക് അവരുടേതായ ചില നിയമങ്ങൾ ഉണ്ടാകും. അത് ഇമാം ഷഅറാനിയുടെ അൽ മിനനുൽ കുബ്രയിൽ ഒന്ന് നോക്കൂ മുസ്ലിയാരെ. അതിൽ പറഞ്ഞു വന്നിട്ടുണ്ട് ഉദാഹരണ സഹിതം. നിങ്ങൾ ഈ പറഞ്ഞ കേസടക്കം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? സഹോദരങ്ങളെ, ഖിദിർ നബിയെ സംബന്ധിച്ച് ഇനി നബിയല്ല, മൂപ്പര് അതാ കപ്പലോട്ടാക്കിയ ആളാണ്, മൂപ്പര് അതാ കുട്ടിനെ കൊന്ന ആളാണ് എന്ന് നിങ്ങൾ കേസ് പറയുമോ? അമ്പിയാക്കളെ ചരിത്രം പഠിക്കാതെ, ഔലിയാക്കളെ ചരിത്രം പഠിക്കാതെ, അവരെ വിരുദ്ധകളെ സംബന്ധിച്ചു മനസ്സിലാക്കാതെ, അതിന്റെ സാഹചര്യം പഠിക്കാതെ നിങ്ങളുടെ ഈ ലോഹിറു ശരീഅത്ത് എടുത്ത് അതും ശരീഅത്തല്ല നീ മനസ്സിലാക്കിയ എന്തോ ഒരു അബദ്ധം വലിയ വലിയ മഹാന്മാർക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ